ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഊട്ടിയിലോട്ടൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഞാനും ഇക്കയും കുട്ടികളും പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ടും ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാലത്തെ ഒരു 2-3 മണിയാകുമ്പോഴേക്കും ആ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളതാ എല്ലാവരും കൂടെ കയറിയിട്ട് പോവുകയാണ്. വണ്ടി പിന്നെ ഇവിടുത്തെ കുഞ്ഞിപ്പാൻ്റെ മോൻ്റെ വണ്ടിയാണ് കേട്ടോ. അങ്ങനെ കുറേ ദൂരം പോയപ്പോൾ പിന്നെ എല്ലാവരും ഒരു ചായ കുടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചായ കുടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. നേരം വെളുത്തിട്ടില്ല കേട്ടോ. കാലത്ത് നേരത്തെ ആയതുകൊണ്ട് തന്നെ കഴിക്കാനൊന്നും ആർക്കും ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അത് എല്ലാവരും ഓരോ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ തിരിക്കുകയാണ്. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങളിത് ആ ചുരം കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങളിതാ ഒരു കാട്ടുപോത്തിനെയൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തി അതിനേക്ക് ഒന്ന് നോക്കിയിട്ടാണ് കേട്ടോ പോണത്. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ പിന്നെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് ഇതാ കഴിക്കാൻ പോവുകയാണ്. കഴിക്കാൻ പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പത്തിരിയും മുട്ടക്കറിയും ചപ്പാത്തിയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ടൻ ചായയും കൂടിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാൻ പോവുകയാണ്. നമ്മളിങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. നമ്മൾ ചുരം കയറുമ്പോൾ തന്നെ തണുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കുകയാണ്. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളത് നേരെ ഗാർഡനിലേക്കാണ് കേട്ടോ പോണത്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങളത് നേരെ ഉള്ളിലോട്ട് പോവുകയാണ്. ഒരാൾക്ക് ടിക്കറ്റ് 70 രൂപയാണ് കേട്ടോ ഇവിടെ ചാർജ്. കാലത്ത് നേരത്തെ ആയതുകൊണ്ട് തന്നെ ഗാർഡനിൽ തിരക്ക് കുറവായിരുന്നു കേട്ടോ. അങ്ങനെ ഗാർഡനൊക്കെ മൊത്തം ചുറ്റിക്കറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ തിരിക്കുകയാണ്. ഊട്ടിൻ്റെ ഹാർട്ട് ഇതാണ് മെയിൻ സെൻറ്റർ. അതാണ് മുതലമണ്ഡലം. പിന്നെ ഞങ്ങളുടെ വണ്ടിൻ്റെ ഡ്രൈവർ കുഞ്ഞിപ്പാൻ്റെ മോനാന്ന് പറഞ്ഞില്ലേ, അവന് പിന്നെ ഊട്ടിയിലോട്ട് വന്നിട്ട് ഇവിടെ എല്ലാ ഭാഗവും നന്നായി അറിയാം കേട്ടോ. അതുകൊണ്ട് പിന്നെ അന്വേഷിക്കുക ഒന്നും വേണ്ട. ഞങ്ങൾ ഓരോരോ സ്ഥലത്ത് അവൻ ഇങ്ങനെ കൊണ്ടുപോയി നിർത്തുന്നുണ്ട് കേട്ടോ. ഇന്ന ഭാഗങ്ങൾ കാണാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ നേരെ ഇതാ ബോട്ടിങ്ങിൻ്റെ ഭാഗത്തോട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ പോയി കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ബോട്ടിങ്ങിലൊന്നും ആരും കയറിയില്ല കേട്ടോ. പിന്നെ വരുന്ന വഴി ഇതാ ചോളവും പുഴുങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഷൂട്ടിംഗ് പോയിന്റിലോട്ടാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തുമ്പോഴേക്കും. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങളിതാ നേരെ ഉള്ളിലോട്ട് പോവുകയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ, പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അവിടെ.
അങ്ങനെ ഞങ്ങൾ നടന്ന് കുന്നിൻ്റെ നെറുകിലെത്തിയിട്ട് അവിടെ ഒരു മരം അങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ പിന്നെ എല്ലാവർക്കും അതിൻ്റെ മേലെ ഒന്ന് കയറിയിരിക്കണം. അങ്ങനെ അത് എല്ലാവരും കൂടി അതിൻ്റെ മേലെ കയറിയിരിക്കുകയാണ്. ഇതൊക്കെ ഒരു രസമല്ലേ അല്ലേ? അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയാണ്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പൈൻ ഫോറസ്റ്റിലോട്ടാണ് കേട്ടോ പോണത്. പോണ വഴിക്ക് പെട്ടിക്കടകളുണ്ട് കേട്ടോ എന്നറിയാം. അതിന് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ പോണത്. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സ്നാക്സ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മേടിച്ചത്. പക്ഷേ ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് സ്നാക്സ് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ പുറത്ത് തന്നെ ഇരുന്ന് അതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളൊക്കെ കാണാൻ. കുട്ടികൾ പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഭാഗത്ത് പോയി നിൽക്കുന്നുണ്ട്. പിന്നെ ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അവരെ നോക്കിയിട്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ ചുറ്റിക്കറങ്ങി അവിടെ നിന്ന് അങ്ങനെ തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയാണ് കേട്ടോ. ഇപ്പം സമയം ഒരു 1:30 ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ഊണ് കഴിക്കാനാണ് കേട്ടോ പോയത്. അവിടുന്ന് പിന്നെ എല്ലാവരും ഊണാണ് കേട്ടോ കഴിച്ചത്. കാര്യമായിട്ട് ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ കഴിച്ച് അങ്ങനെ എണിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഊണ് കഴിക്കൽ കഴിഞ്ഞിട്ട് വരുന്ന വഴി ഞങ്ങൾ നല്ല ഫ്രഷ് ക്യാരറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് മേടിക്കാൻ നിർത്തി. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ടാണ് കേട്ടോ. നമ്മൾ ഊട്ടിയിലോട്ട് വന്നാൽ മസ്റ്റായിട്ട് കാണേണ്ട സ്ഥലങ്ങളാണ് കേട്ടോ ചോക്ലേറ്റ് ഫാക്ടറിയും തേയില ഫാക്ടറിയും. അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് കറക്റ്റായി കാണിച്ചു തരുന്നത് അവർ. തേയില ഉണ്ടാക്കുന്ന വിധമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അവർ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മെഷീനുകളാണ് കേട്ടോ അതൊക്കെ. അങ്ങനെ അതെല്ലാം കണ്ട ശേഷം നമുക്ക് കുടിക്കാൻ അവർ ഓരോ ഗ്ലാസ് ചായ തരുന്നുണ്ട് കേട്ടോ. 10 രൂപയാണ് കേട്ടോ നമ്മുടെ ഇതിനെ അവർ മേടിക്കുന്നത്. പിന്നെ നമ്മൾ ചായയും ചോക്ലേറ്റൊക്കെ ഒന്ന് മേടിക്കാമെന്ന് വെച്ചിട്ട് അതൊക്കെ നോക്കാനാണ് കേട്ടോ പോണത്. അങ്ങനെ ചോക്ലേറ്റൊക്കെ മേടിച്ച് ഞങ്ങൾ അങ്ങനെ തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് കുറേ തോട്ടങ്ങളുണ്ടായിരുന്നു. പിന്നെ അവനെല്ലാം ഞങ്ങൾക്ക് നേരെ പറഞ്ഞു തരികയാണ് കേട്ടോ. ഇത് മൊത്തം വെളുത്തുള്ളിൻ്റെ തോട്ടമാണ്. വെളുത്തുള്ളി ഉണ്ടായിരുന്നു, ക്യാരറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ബീൻസ്, ഉരുളക്കിഴങ്ങ്. ഇത് പിന്നെ നമ്മുടെ ഊട്ടിയിൽ പുതുതായി വന്ന മെഡിക്കൽ കോളേജാണ് കേട്ടോ. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ആഴ്ചയാണ് കഴിഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവൻ കാണിച്ചു തരികയാണ് ഞങ്ങൾക്ക്. ഇത് മൊത്തം ക്യാരറ്റിൻ്റെ തോട്ടമാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഇതിങ്ങനെ കാണാൻ തന്നെ. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ ഊട്ടിയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് കേട്ടോ ഇവിടെ. അവിടേക്കാണ് കേട്ടോ പോണത്. പോണ വഴിക്ക് ഫുള്ളും കച്ചവടക്കാരാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് കടലയും ചോളവും ചുട്ടതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോവുകയാണ്.
നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ അങ്ങനെ കുറേ നേരമൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് നോക്കി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫോണിൽ ചാർജ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറേ ഭാഗങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ കുറേ ഭാഗങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഫോണിൽ ചാർജ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഊട്ടിയിൽ വന്നിട്ട് പിന്നെ മൃഗങ്ങളിലൊന്നും കണ്ടില്ല എന്ന് പറയില്ല കേട്ടോ. ഞങ്ങൾ നിറയെ കാട്ടുപോത്തിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ ചുരം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വരുന്ന വഴി നല്ലൊരു വ്യൂ പോയിൻ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. പിന്നെ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് നെഹ്ദിയിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ടോക്കനൊക്കെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയല്ലോ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടം എല്ലാ കൂട്ടാനും സപ്പോർട്ട് ചെയ്യുക. ബൈ.